മോനെ, മുത്തശ്ശി, എനിക്ക് തോന്നുന്നത് ആറ്റുവാശ്ശേരിക്കാരുടെ സമ്മതത്തോടെ പിതാമേടം മനഃപൂർവ്വം രാധി കുളിപ്പിച്ചാണെന്ന. അവരുണ്ടല്ലോ ആ ആറ്റുവാശ്ശേരിയിൽ മുത്തശ്ശി, ദൈവത്തിനെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ മിടിക്കുക. പിന്നെയാണോ പിതാമേടം? പറഞ്ഞു കേട്ട നിലയ്ക്ക് പിതാമേടം നേരെ ചൊവ്വ ചിന്തിക്കുന്ന ഒരാളാണ്. പ്രിയങ്കയുടെയും മുത്തശ്ശിയുടെയും സ്വഭാവം രാധിക പറഞ്ഞു കൊടുത്ത് വ്യക്തമായിട്ട് അവർക്ക് അറിയുകയും ചെയ്യാം. ഇല്ലടാ, അവര് പറയുന്ന ഒന്നും ഫിദ മാഡം കേക്കില്ല. അയാളെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തും മുത്തശ്ശി. സത്യം ബോധ്യമാവാത്തവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അത് നീ ചെയ്തു. പക്ഷേ പത്മിനിയുടെയും ഉർവശിയുടെയും മുന്നിൽ വെച്ച് കുറച്ചുകൂടി ക്ഷമ കാണിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാനീ പറയുന്നത്. മുത്തശ്ശി, പ്രിയങ്ക മുന്നിൽ വന്ന് കണ്ടോ? അവൾ എന്നോട് അടുക്കാൻ ശ്രമിക്കുമ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ഈ ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട പെണ്ണിനെ കാണുന്ന പോലെ. അതിന് കൂടുതലായി ചിലപ്പോ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോകും. അവളെ അങ്ങ് കൊന്നു കളഞ്ഞാലെന്ന് പോലും ഞാൻ ആലോചിക്കും. ഒന്നും മിണ്ടാതിരിക്കടാ. പ്രിയങ്കയെ കൊന്നതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവോ? എടാ, ഇതിന്റെ സത്യം തിരിച്ചറിയേണ്ടതും പത്മിനിയും പരമേശ്വരനോ. അതിന് നീ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അമ്മയോട് എനിക്ക് സ്നേഹക്കുറവൊന്നുമില്ല മുത്തശ്ശി. അമ്മ വീണതുകൊണ്ട് മാത്രമാണ് ഒന്നിച്ചിറങ്ങാൻ പോയ രാധികയെ എനിക്ക് പിരിയേണ്ടി വന്നത്. എന്റെ കടമ ഞാൻ കാണിച്ചു. അമ്മയുടെ കടമ അതോട്ട് അമ്മ കാണിക്കുന്നുമില്ല. അത്രയുള്ള വ്യത്യാസം. എല്ലാം നേരെയാവുന്ന പ്രതീക്ഷയില് ഞാൻ കാത്തിരിക്കാം മോനെ. എത്ര ദൂരത്തേക്ക് ആട്ടിപ്പായിച്ചാലും അവളുടെ മനസ്സിൽ നിന്ന് നിന്നെ ആട്ടിപ്പായിക്കാൻ ആർക്കും പറ്റില്ലടാ. അറിയാം മുത്തശ്ശി. പക്ഷെ എല്ലാരും കൂടി വീർപ്പ് മുട്ടിച്ച് അതിനെ ഇല്ലാതാക്കുന്നുള്ള പേടിയാ. ഭഗവാൻ കാവലുള്ളപ്പോഴും ഇത്രയും വലിയ ഭക്തിയായ അവളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ഭഗവാൻ സമ്മതിക്കൂ? അലച്ചിലും ഓട്ടവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഭഗവാന്റെ കൈത്തല അവളുടെ ശിരസിന്റെ നേരെ തന്നെയായിരിക്കും.